SK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അണക്കാൻ പോകുന്നത് കപ്പയും ചക്കയും കൂടിയുള്ളൊരു കറിയാണ് അണക്കാൻ പോകുന്നത്. അത് അമ്മച്ചിയാണ് അണക്കുന്നത്. അതിൻ്റെ വീഡിയോയിലായിട്ട് നമുക്ക് പോകാം. സദ്യം ഇതെന്നാ പരിപാടി? ചക്കയും കപ്പയും കൊണ്ടൊരു കുഴ. നമുക്ക് ചക്കയും കപ്പയും കൊണ്ട് കുഴച്ച് ഒരു കറിയാക്കാം. മൂത്ത ചക്കയാണ്? നല്ലപോലെ മൂത്ത ചക്കയാണ്. ഇതേ കണ്ട പൊളിച്ചെടുക്കണം അല്ലേ? ഇത് പൊളിച്ച് കുരുവ് മാറ്റിയിട്ട് വേണം നമുക്കിത് കറിയാക്കാൻ. കപ്പയിട്ട് ചേർത്തൊരു കറി. കുഴ പോലെ അല്ലേ? കുഴ പോലെ. ഇതേപോലെ പൊളിച്ചെടുക്കണം. ഇതിൻ്റെ ഒക്കെ കളഞ്ഞാണ് നമ്മളിത് റെഡിയാക്കണത്. കുരുവ് മാറ്റണം. എല്ലാവരും ചെയ്യുന്ന ഒരു കറിയാണ്. ഇപ്പം നമ്മളൊന്ന് മഴക്കാലത്തൊരു കറി. ഇത്ര കാര്യമുള്ളൂ. അതെ, ചെറുതായിട്ട് കൊത്തി തരണം. ഇതിൻ്റെ നടുക്കൊരു വേരുണ്ട്, അത് കളയണം. ഒരു സവാളയും ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കൂട്ടി തിരുമിയാണ് നമ്മളിത് വറയിലിടണത്. ഇത് വറ വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കപ്പ വേവിച്ച് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു സവാള കൂടെ ഈ ചക്കയുടെ അകത്തായിട്ട് അരിഞ്ഞ് ചേർക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും വെളിച്ചെണ്ണയും കൂടെ തിരുമിയാണ് നമ്മൾ വറയിലിടുന്നത്. വറയിലിട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ കപ്പ തിളപ്പിച്ച് മത്ത് വെള്ളം കളഞ്ഞിട്ട് ഈ കപ്പ ഇതിലേക്ക് ചേർക്കണത്. മഞ്ഞപ്പൊടി ഇട്ട് ലേശം ഉപ്പ് കൂടെ ഇട്ട് തിരുമണം. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 2 വേപ്പില കൂടെ ഇടണം. ചക്കയും കപ്പയും കൂടെ കുഴക്കാനുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഒരു തേങ്ങ ചിരണ്ടിയത്, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി, നല്ല ജീരകം, കുരുമുളക്, വേപ്പില, പച്ചമുളക്, 2 കാന്താരി. ഇതാണ് നമ്മൾ ഒതുക്കി ചേർക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും വെളിച്ചെണ്ണയും കടുകും ഒക്കെ ചേർത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നമുക്കിത് ചക്ക വറയിലിടാനായിട്ടുള്ള എണ്ണ ഒഴിച്ച് കടുക് ഇടിയാണ്. കടുകിട്ടതിൻ്റെ ശേഷം വേപ്പില ഇട്ട് നമ്മളിതെല്ലാം പെരുത്തി വെച്ച കാരണം ഇനി ഇത് വറയിലിട്ട് പൊത്തി വെച്ചേച്ചാൽ മതി. ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മളിത് ലേശം വെള്ളം ഒഴിച്ചാൽ മതി.
ഇനി നമുക്ക് കപ്പ തിളപ്പിച്ച് ഊറ്റാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതിൻ്റെ നത്ത് വെള്ളം കളയണം. ഇച്ചിരി ഉപ്പിടണം. ഇതെങ്ങനെ ഇച്ചിരി ഉപ്പിട്ട് വേണം ഇത് ഇളക്കി വെക്കാൻ. നമ്മളിത് മിക്സിയിലാണ് ഇന്ന് ചായക്കുന്നത്, മഴയല്ലേ. ഒരു തേങ്ങ ചിരണ്ടിയത്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, നല്ല ജീരകം, കുരുമുളക്, പച്ചമുളക്, കാന്താരി, ഇച്ചിരി വേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലാണ് ചായക്കുന്നത്. ചക്ക വെന്തിട്ടുണ്ട്. അതിലേക്ക് കപ്പ ഇനി നമുക്കിടാം. കപ്പ ഇടാം. കപ്പ ഇതിലേക്ക് ഇട്ടിട്ട് വേണം ഇനി അരപ്പ് ചേർക്കാൻ. കപ്പക്കൊരു മത്ത് വെള്ളമുണ്ട്, അത് കളയാൻ വേണ്ടിയാണ് വേറെ അപ്പിച്ച് കോരിയത്. അരപ്പ് ചേർക്കാം. നമുക്ക് മിക്സിയിലാണ് ഇത് അരച്ചത്. ഇത് ചേർക്കാം. കൂടുതൽ അരയരുത്, കണക്കിനൊക്കെ വെന്തിരിക്കണം. പിന്നെ വേണ്ട, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് ഉപ്പ് എണ്ണയൊക്കെ ചേർത്തതാണ്. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇച്ചിരി ചേർക്കണമെങ്കിൽ ചേർക്കാം. നോക്കട്ടെ. അല്ല ലേശം വെള്ളം കൂടെ ഒഴിക്കണം ഈ അരപ്പൊന്ന് വേകാൻ വേണ്ടി. അഴഞ്ഞ് കിട്ടണമെങ്കിൽ ഇച്ചിരി വേണം. ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കാനുണ്ട്. ഉപ്പ് പോരാ, ഇച്ചിരി കൂടെ ചേർക്കണം. ഇനി ഒരു തണ്ട് വേപ്പില ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്കിത് ഇറക്കാം. ഒരു തണ്ട് വേപ്പില ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്കിത് ഇറക്കി വെക്കാൻ. ഒരു രുചിയും മണമൊക്കെ വരുള്ളൂ. ലേശം എണ്ണ കൂടെ ഒഴിക്കണം. ഇപ്പം ചക്കയും കപ്പയും കൂടിയുള്ളൊരു കറി റെഡി. എങ്ങനെയുണ്ട്? നല്ലതാണ്. നല്ലതാണ്. ചക്കയും കപ്പയും കൂടിയുള്ള ഒരു കുഴയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കിയത്. തയ്യാറാക്കുന്ന വിധം എല്ലാവരും കണ്ടല്ലോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.